ഹായ് ഓൾ, വെൽക്കം ടു വിങ്സ് ടു വിൻ എഡ്യൂക്കേഷൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സെൻസസ് ഓഫ് ഇന്ത്യ ആണ്. 2011 ഇന്ത്യയിൽ അവസാനമായിട്ട് സെൻസസ് നടന്നത്. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും, അത് കേരള PSC ആയിക്കോട്ടെ, സെറ്റ് ആയിക്കോട്ടെ, നെറ്റ് ആയിക്കോട്ടെ, കേട്ടറ്റ് ആയിക്കോട്ടെ, എല്ലാ എക്സാംസിനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇന്ത്യയുടെ സെൻസസ് എന്ന് പറയുന്നത്. ഈ ഇന്ത്യയുടെ സെൻസസ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന 2001 നടന്നിട്ടുള്ള സെൻസസ്, 2011 നടന്നിട്ടുള്ള സെൻസസിന്റെ ഡീറ്റെയിൽസ് ആണ്, ഇമ്പോർട്ടന്റ് ഫാക്ട്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, റിസർച്ച് ഓഫീസർ പോലുള്ള എക്സാംസിന്റെ പ്രിപ്പറേഷനിലുള്ളവർക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയാണ് സെൻസസ്. സോ അതിലെ ചില ഫാക്ടുകൾ നമുക്ക് പരിചയപ്പെടാം. ഇന്ത്യയുടെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 1210.19 മില്യൺ ആണ്. അതിൽ മെയിലിന്റെ പോപ്പുലേഷൻ എത്ര മില്യൺ ആണ്? മെയിലിന്റെ പോപ്പുലേഷൻ വന്നിട്ട് 623.72 മില്യൺ ഏതിന്റെയാണ്? മെയിൽ പോപ്പുലേഷൻ ആണ്. അതായത് ടോട്ടൽ പോപ്പുലേഷന്റെ 51.54% മെയിൽസ് ആണ്. മെയിൽസ് ആണ് ഇന്ത്യയിൽ കൂടുതൽ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ ഫീമെയിൽസിന്റെ പോപ്പുലേഷനോ 586.46 മില്യൺ. അതായത് ടോട്ടൽ പോപ്പുലേഷന്റെ 48.46% ഇന്ത്യയിൽ സ്ത്രീകളുള്ളത്. ഇന്ത്യയിൽ ടോട്ടൽ പോപ്പുലേഷനിൽ പുരുഷന്മാരാണ് കൂടുതൽ എന്നുള്ളത് ഓർത്തിരിക്കണേ. ഇനി നോക്കൂ, ഇന്ത്യയുടെ പോപ്പുലേഷൻ നമുക്കറിയാം. സെൻസസ് എന്ന് പറയുന്നത് ഓരോ 10 വർഷം കൂടുമ്പോൾ നടക്കുന്നതാണ്. 2001 ഒരു സെൻസസ് നടന്നു. 2001 സെൻസസിന് ശേഷം പിന്നോൾ 2011 സെൻസസ് നടന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കാം, അങ്ങനെ ഓരോ 10 വർഷം കൂടുമ്പോഴാണെങ്കിൽ 2021 സെൻസസ് നടക്കണ്ടേ എന്ന് ചോദിക്കാം. യെസ്, ശരിയാണ്. നമ്മുടെ സെൻസസ് ഇയർ എന്ന് പറയുന്നത് 2021 ആയിരുന്നു. പക്ഷെ പാൻഡമിക്കിന്റെയും അതർ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസും കാരണം നമുക്ക് 2021 സെൻസസ് നടത്താൻ പറ്റിയിട്ടില്ല. ഈ സെൻസസിന് വേണ്ടിയിട്ടുള്ള സെൻസസിന്റെ അന്തിമഘട്ട പ്രിപ്പറേഷനിലാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 2026 നമുക്ക് ഒരു സെൻസസ് നടക്കും എന്നുള്ളതാണ്. സോ ഇപ്പോൾ നിലവിലുള്ള സെൻസസ് എന്ന് പറയുന്നത് 2011 2011 സെൻസസ് പ്രകാരമാണ് കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ഇനി നോക്കൂ, ഈ 2001 ഒരു സെൻസസ് നടന്നു. ഈ 2001 നിന്നും 2011 എത്തുമ്പോൾ എത്ര ശതമാനം പോപ്പുലേഷന്റെ, എത്ര മില്യൺ പോപ്പുലേഷന്റെ ഇൻക്രീസിങ് സംഭവിച്ചു? യെസ്, അത് 181 മില്യൺ പോപ്പുലേഷൻ കൂടിയിട്ടുണ്ട്. 2001 അപേക്ഷിച്ച് 2011 എത്തുമ്പോൾ 181 മില്യന്റെ പോപ്പുലേഷൻ ഇന്ത്യയിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഡിക്കേഡൽ ഗ്രോത്ത് റേറ്റ് നിങ്ങൾ നോക്കൂ. എന്താ ഡിക്കേഡൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ? ഓരോ 10 വർഷത്തെയും ഗ്രോത്ത് റേറ്റ്. 2011 നിന്നും 2001 നിന്നും 2011 എത്തുമ്പോഴുള്ള ആ ഡിക്കേഡൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 17.64%. ഇന്ത്യയിൽ 17.64% പോപ്പുലേഷൻ ഗ്രോത്ത് 2001 നിന്നും 2011 എത്തുമ്പോൾ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? അതിന്റെ പെർസെന്റേജ് നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും 1.76% എന്ത് ചെയ്യുന്നുണ്ട്? പോപ്പുലേഷൻ ഓരോ വർഷവും ഇൻക്രീസ് ചെയ്തിട്ട് 17.19% പോപ്പുലേഷൻ ഇന്ത്യയിൽ ഓരോ 10 വർഷം കൂടുമ്പോഴും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ 2001 നിന്നും 2011 എത്തുമ്പോൾ 17.19% ഇൻക്രീസിങ് പോപ്പുലേഷനിൽ സംഭവിച്ചിട്ടുണ്ട്. ആ ഗ്രോത്ത് റേറ്റ് 17.19%. ദെൻ ഫീമെയിൽസ് 17.64%. അതിൽ മെയിൽസിന്റെ ഡിക്കേഡിൽ ഗ്രോത്ത് റേറ്റ്, മെയിൽസ് ഇൻക്രീസ് ചെയ്തത് 17.19%. ഫീമെയിൽസ് ആണെങ്കിൽ അത് 18.12%. അതിൽ നിന്നും മനസ്സിലാക്കാം ഫീമെയിൽസ് ആണ് കൂടുതൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫീമെയിൽസിന്റെ പോപ്പുലേഷൻ ആണ് പെട്ടെന്ന് കൂടിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ പോപ്പുലേഷൻ മെയിൽസിനാണെങ്കിൽ കൂടി ഫീമെയിൽസിന്റെ പോപ്പുലേഷൻ ആണ് അധികം പെട്ടെന്ന് കൂടിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി നോക്കൂ, ഫസ്റ്റ് ഡിക്കേഡ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ 2001 to 2013 is the first decade which has actually added lesser population compared to the
പ്രീവിയസ് ഡിക്കേഡിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ലെസർ പോപ്പുലേഷന്റെ ആഡിങ് ആണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ മുമ്പത്തെ ഡിക്കേഡ്സ് നോക്കുകയാണെങ്കിൽ 1911 നിന്നും 1921 വരുമ്പോഴൊക്കെ നോക്കുകയാണ് സോറി 1911 നിന്നും 1921 ഒഴികെയുള്ള ബാക്കി ഡിക്കേഡ്സിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1881 ഫസ്റ്റ് സെൻസസ് നടക്കുന്നു അല്ലെ, സ്വതന്ത്ര ഇന്ത്യ അല്ല എന്നുണ്ടെങ്കിൽ കൂടി അതിനു മുമ്പ് 1881 ഫസ്റ്റ് സെൻസസ് നടക്കുന്നു. ആ മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടം നോക്കിയിട്ട് 1911-21 കാലഘട്ടം ഒഴികെ ബാക്കിയുള്ള എല്ലാ കാലഘട്ടത്തിലും 17.64% ഡിക്കേഡൽ ഗ്രോത്ത് റേറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു 2011 ഏറ്റവും ലെസർ ആയിട്ടുള്ള ഡിക്കേഡൽ ഗ്രോത്ത് റേറ്റ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ഓർത്തിരിക്കുക. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ UP, നമ്മുടെ ഉത്തർപ്രദേശ് ഏറ്റവും പോപ്പുലസ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 199.8 മില്യൺ ആളുകളും ഉത്തർപ്രദേശിലും, തൊട്ടു പിന്നാലെ നമ്മുടെ മഹാരാഷ്ട്രയുണ്ട്. 112.3 മില്യൺ ആളുകൾ മഹാരാഷ്ട്രയിലും വസിക്കുന്നുണ്ട്. ഓക്കെ ആണോ? അപ്പൊ ഏറ്റവും പോപ്പുലസ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതാണ്? യെസ്, ദാറ്റ് ഈസ് ഉത്തർപ്രദേശ്. ഓക്കെ, ദെൻ പെർസെന്റേജ് ഡിക്കേഡ് ഗ്രോത്ത് റേറ്റ് ഓഫ് ദി 6 പോസ്റ്റ് പോപ്പുലർ സ്റ്റേറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2001 നിന്നും 2011 വരുമ്പോൾ 1991 നിന്നും 2001 ആ ഒരു ഡിക്കേഡൽ ഗ്രോത്ത് റേറ്റിനെ അപേക്ഷിച്ച് 2001 നിന്നും 2011 വരുമ്പോൾ മോസ്റ്റ് 6 പോപ്പുലർ സ്റ്റേറ്റ്സ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത് നോക്കും. ഉത്തർപ്രദേശ് ആണ് 23.83% ടു 20.09%. നമ്മളുടെ കഴിഞ്ഞ 10 വർഷം 1991 നിന്നും 2001 സെൻസസ് എടുത്ത് നോക്കുമ്പോൾ എത്രയായിരുന്നു ഗ്രോത്ത് റേറ്റ്? 23.83% ഇൻക്രീസിങ് പോപ്പുലേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ 2001 നിന്നും 2011 എത്തുമ്പോൾ അവരുടെ ഗ്രോത്ത് റേറ്റ്, ഉത്തർപ്രദേശിലെ പോപ്പുലേഷന്റെ ഗ്രോത്ത് റേറ്റ് 23.83 നിന്നും 20.09 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇനി മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ അവിടെ 22.73 ആയിരുന്നു അവരുടെ ഡിക്കേഡൽ ഗ്രോത്ത് റേറ്റ്. അത് വളരെ കുറഞ്ഞിട്ട് 15.99% മാറിയിട്ടുണ്ട്. ഇനി നോക്കൂ, ബീഹാർ തൊട്ടു പിന്നാലെയുണ്ട്. 28.62% അവരുടെ ഡിക്കേഡിൽ ഗ്രോത്ത് റേറ്റ്. എന്നാൽ അത് 25.7% 2011 കുറഞ്ഞിട്ടുണ്ട്. വെസ്റ്റ് ബംഗാൾ 17.77% നിന്നും 13.93% ഇന്ത്യയുടെ ആവറേജ് ഡിക്കേഡൽ ഗ്രോത്ത് റേറ്റിന്റെ താഴേക്ക് എത്തിയിട്ടുണ്ട്, വെസ്റ്റ് ബംഗാൾ എത്തിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 14.59% നിന്നും 11.10% കുറഞ്ഞിട്ടുണ്ട്. മധ്യപ്രദേശ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24.26% നിന്നും 20.30% കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ നോക്കുമ്പോൾ UP-യിലായാലും മഹാരാഷ്ട്രയിലായാലും ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ് പോലുള്ള സ്റ്റേറ്റ്സിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷന്റെ ഡിക്ലൈനിങ് സംഭവിച്ചിട്ടുണ്ട്. ഡിക്കേഡൽ ഗ്രോത്ത് റേറ്റ് വളരെ പ്രീവിയസ് ഇയറിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി 2011 ആ ഒരു കാലഘട്ടം നോക്കുമ്പോൾ ആസ് many as 25 സ്റ്റേറ്റ്സ് അത് 25 സ്റ്റേറ്റ്സിനെയും യൂണിയൻ ടെറിട്ടറീസിനെയും നോക്കുമ്പോൾ അന്നത്തെ ആ സമയത്തെ സ്റ്റേറ്റ്സിനെയും യൂണിയൻ ടെറിട്ടറീസിനെയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ അബൌട്ട് 85% ഓഫ് ദ കൺട്രീസ് പോപ്പുലേഷൻ രജിസ്റ്റേർഡ് ആൻ ആനുവൽ ഗ്രോത്ത് റേറ്റ് ഓഫ് ലെസ് ദാൻ 2%. 85%ഉം കൺട്രീന്റെ ഈ ഒരു ഷെയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ഓഫ് അബൌട്ട് 85% ഓഫ് ദി കൺട്രീസ് പോപ്പുലേഷൻ രജിസ്റ്റേർഡ് ആൻ ആനുവൽ ഗ്രോത്ത് റേറ്റ് ഓഫ് ലെസ് ദാൻ 2% as compared to 15 states and union territories with a share of about 42% during the period of 1991 and 2001 നിന്നും 2001 ആ ഡിക്കേഡൽ ഗ്രോത്ത് റേറ്റിനെ അപേക്ഷിച്ച് 2001 നിന്നും 2011 ആ ഡിക്കേഡൽ ഗ്രോത്ത് റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ ഒരു രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ആനുവൽ ഗ്രോത്ത് റേറ്റ് ഓഫ് ലെസ് ദാൻ 2% ആണ്. കഴിഞ്ഞ വർഷത്തെ ആ ഒരു 15 സ്റ്റേറ്റുകളിലാണ് 2%-നേക്കാൾ കുറവുണ്ടായിരുന്നത് കഴിഞ്ഞ 10 വർഷം. പക്ഷെ അത് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25 സ്റ്റേറ്റ്സിലും യൂണിയൻ ടെറിട്ടറീസിലും ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, ഇനി നോക്കൂ, 15 states and union territories have grown less than 1.5% per annum during 2001 and 11.
while the number of such states and union territories was only 4 during the previous decade. കഴിഞ്ഞ പ്രീവിയസ് ഡിക്കേഡിൽ 1991 2001 വരെയുള്ള കാലഘട്ടത്തിൽ 1.5% താഴെയുള്ള ഡിക്കേഡൽ ഗ്രോത്ത് റേറ്റ് ഉള്ള യൂണിയൻ ടെറിട്ടറീസിന്റെയും സ്റ്റേറ്റ്സിന്റെയും എണ്ണം എന്ന് പറയുന്നത് എത്രയായിരുന്നു? വെറും 4 മാത്രമായിരുന്നു. പക്ഷെ അതിപ്പോൾ 15 സ്റ്റേറ്റ്സ് യൂണിയൻ ടെറിട്ടറീസിനെയും സ്റ്റേറ്റ്സിനെയും എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15 എണ്ണത്തിൽ 1.5%ത്തിനും താഴെയാണ് ഡിക്കേഡൽ ഗ്രോത്ത് റേറ്റ് കാണിക്കുന്നത്. ഇനി നോക്കൂ, ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ദ ഏജ് ഗ്രൂപ്പ് 0 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള ആളുകളുടെ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏജ് ഗ്രൂപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 158.8 മില്യൺ ആളുകളാണ്. അതായത് അതിൽ കുറവാണ്, കുട്ടികളുടെ എണ്ണത്തിൽ കുറവാണ് പ്രീവിയസ് ഇയറിനെ അപേക്ഷിച്ച് ഇപ്പോൾ ഉള്ളത്. 2001 ഇതിൽ -5 മില്യൺ സിൻസ് 2001. 2001 ഇവിടെ 5 മില്യന്റെ കുറവാണ്, -5 മില്യന്റെ കുറവാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇതിനേക്കാൾ കൂടുതൽ കുട്ടികൾ 0 to 6 ഇയേഴ്സിന്റെ ഇടയ്ക്ക് എവിടെ ഉണ്ടായിരുന്നു? ഇന്ത്യയിൽ 2001 ഉണ്ടായിരുന്നു. അതിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഇനി 20 states and union territories now have over 1 million children in the age group of 0-6 years. 0 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള ചിൽഡ്രന്റെ എണ്ണം 20 സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ 1 മില്യൺ ചിൽഡ്രൻ എവിടെയൊക്കെ ഉണ്ട്? 20 സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസിൽ. 20 യൂണിയൻ ടെറിട്ടറീസിനെയും സ്റ്റേറ്റ്സിനെയും യൂണിയൻ ടെറിട്ടറീസിനെയും ഒരുമിച്ച് 20 എണ്ണത്തില് എന്താണ് ആ 20 സ്റ്റേറ്റ്സിലും അല്ലെങ്കിൽ 20 യൂണിയൻ ടെറിട്ടറീസ് ആൻഡ് സ്റ്റേറ്റ്സിലും കൂടെ 1 മില്യൺ ചിൽഡ്രന്റെ പോപ്പുലേഷൻ കൂടുതൽ ഉണ്ട് എന്നുള്ളതാണ്. അതായത് 20 സ്റ്റേറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചിൽഡ്രന്റെ എണ്ണം 1 മില്യണിൽ കൂടുതലുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഒരു എക്സ്ട്രീം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 states and union territories in country that are yet to reach the 100,000 mark. 100,000 മാർക്ക് വരെ എത്തിയിട്ടുള്ള 5 സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് വരെ ഉണ്ട് എന്നുള്ളതാണ്. അത്രത്തോളം ഇൻക്രീസിങ് ചിൽഡ്രന്റെ കേസിൽ സംഭവിച്ചിട്ടുള്ള സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസും ഇന്ത്യയിലുണ്ട്. നോക്കൂ, ഉത്തർപ്രദേശിൽ 29.7 മില്യൺ ആണ് 0 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുള്ളത്. ബീഹാറിൽ അത് 18.6 മില്യൺ ആണ്. മഹാരാഷ്ട്രയിൽ 12.8 മില്യൺ ആണ്. മധ്യപ്രദേശിൽ 10.5 മില്യണും രാജസ്ഥാനിൽ 10.5 മില്യണും ആണ്. constitute 52% children in the age group of 0-6 years. ഇവരൊക്കെ 52% ഇത്തരം സ്റ്റേജുകളിൽ മാത്രം കുമിഞ്ഞു ഓടിക്കിടക്കുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കൂ, പോപ്പുലേഷൻ 0 to 6 years 2001 to 2011 registered -3.08% growth with -20.42 for males and -3.80 for ഫീമെയിൽസ്. അപ്പൊ പോപ്പുലേഷന്റെ എണ്ണം 0 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറവാണ് കഴിഞ്ഞ ഡിക്കേഡിനെ അപേക്ഷിച്ച് സംഭവിച്ചിട്ടുള്ളത്. 3.08% കുറവ് ഈ ഒരു ചിൽഡ്രന്റെ കേസിൽ ഉണ്ട്. അതിൽ മെയിൽസ് 2.42% മെയിൽസിന്റെ കുറവും 3.80% ഫീമെയിൽസും എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യയിൽ കുട്ടികൾ കുറഞ്ഞിട്ടുണ്ട്. ഇനി ടോട്ടൽ പോപ്പുലേഷനിലെ പ്രൊപ്പോർഷൻ ഓഫ് ചൈൽഡ് പോപ്പുലേഷൻ ഇൻ ഏജ് ഗ്രൂപ്പ് ഓഫ് 0 to 6 years എന്ന് പറയുന്നത് ടോട്ടൽ പോപ്പുലേഷൻ ഈസ് 13%, while the corresponding figure in 2001 was 15.9%. 13%ത്തിൽ നിന്നും 15.9% ആയിരുന്നു മുമ്പ്, അത് 13% കുറഞ്ഞിട്ടുണ്ട്. The decline has extended to 2.9 points. 2.9 പോയിന്റ്സിന്റെ ഡിഫറൻസ് കുട്ടികളുടെ പോപ്പുലേഷനിൽ കാണാനുണ്ട്. കുട്ടികളുടെ പോപ്പുലേഷൻ കുറഞ്ഞേക്കാണ് ഇന്ത്യയിൽ എന്നുള്ളതാണ് അതിൽ നിന്നും ഓവറോൾ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇനി സെക്സ് റേഷ്യോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10 പോയിന്റ്സ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 943 ആണ് 2011. 2001 933 ആയിരുന്നു സെക്സ് റേഷ്യോ. അത് ഇപ്പോൾ 933 നിന്നും 10 പോയിന്റ് ഇൻക്രീസ് ചെയ്തിട്ട് 943. അതായത് 1000 പുരുഷന്മാർക്ക് 943 എന്ന് പറയുന്ന 943 സ്ത്രീകൾ എന്ന കണക്കാണ് ഇന്ന് നിലവിൽ ഉള്ളത്. ഹയസ്റ്റ് സെക്സ് റേഷ്യോ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് 1971 ആൻഡ് ഏറ്റവും കുറവ് 1961 ആയിരുന്നു.
ഇന്ത്യയിൽ ഏറ്റവും ഹയസ്റ്റ് സെക്സ് റേഷ്യോ റെക്കോർഡ് ചെയ്തിട്ടുള്ള വർഷം 1971 സെൻസസും ഏറ്റവും കുറവ് സെക്സ് റേഷ്യോ റെക്കോർഡ് ചെയ്തിട്ടുള്ള സെൻസസ് 1961 സെൻസസുമാണ്. ഇൻക്രീസ് ഇൻ സെക്സ് റേഷ്യോ ഈസ് ഒബ്സർവ്ഡ് ഇൻ 29 സ്റ്റേറ്റ്സ് ആണ് യൂണിയൻ ടെറിട്ടറീസ്. സ്റ്റേറ്റ്സിനെയും യൂണിയൻ ടെറിട്ടറീസിനെയും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 29 എണ്ണത്തിലും സെക്സ് റേഷ്യോ ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ മെയിൽസിന്റെ എണ്ണം കൂടിയിരിക്കുകയാണ്. അപ്പൊ 3 മേജർ സ്റ്റേറ്റ്സ്, ജമ്മു കാശ്മീർ, ബീഹാർ, അന്ന് ജമ്മു കാശ്മീർ കേട്ടോ, ആ സമയത്തെ 2011 കണക്കും 2001 ഒക്കെ അന്ന് ജമ്മു കാശ്മീർ ഒരു സ്റ്റേറ്റ്സ് ആയിരുന്നു. ആ കണക്ക് പ്രകാരം ജമ്മു കാശ്മീർ, ബീഹാർ, ഗുജറാത്ത് പോലുള്ള മേജർ സ്റ്റേറ്റ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സെക്സ് റേഷ്യോ കുറവും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിന്റെ സെക്സ് റേഷ്യോ എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഹയസ്റ്റ് സെക്സ് റേഷ്യോ ആണുള്ളത്. 1084 ഇന്ത്യയിലെ കേരളത്തിലെ സെക്സ് റേഷ്യോ. അതായത് 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകൾ കേരളത്തിലുണ്ട്. അതിന് തൊട്ടു പിന്നാലെ നമ്മുടെ പോണ്ടിച്ചേരി ഉണ്ട്, അല്ലെങ്കിൽ പുതുച്ചേരി ഉണ്ട്. 1000 പുരുഷന്മാർക്ക് അവിടെ 1037 സ്ത്രീകൾ എവിടെയുണ്ട്, പുതുച്ചേരിയിലുണ്ട്. ദെൻ അതിന് തൊട്ടു പിന്നാലെ ദാമന്തിയും ഉണ്ട്. ലോവസ്റ്റ് സെക്സ് തൊട്ടു പിന്നാലെ ഏറ്റവും സെക്സ് റേഷ്യോയിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ളത് ദാമന്തിയും ആണ്. അവിടെ 1000 പുരുഷന്മാർക്ക് വെറും 618 സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി സെക്സ് റേഷ്യോ, ചൈൽഡിന്റെ സെക്സ് റേഷ്യോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 0 to 6 ഇയേഴ്സിന്റെ ഇടയ്ക്കുള്ള ചിൽഡ്രന്റെ സെക്സ് റേഷ്യോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 915 ആണ്. അതായത് 1000 പുരുഷ കുട്ടികൾക്ക് 915 ഫീമെയിൽ ചൈൽഡ്സ് മാത്രമേ ഉള്ളൂ, ചിൽഡ്രൻ മാത്രമേ ഉള്ളൂ. ഇൻക്രീസിംഗ് ട്രെൻഡ് ഇൻ ദി ചൈൽഡ് സെക്സ് റേഷ്യോ സീൻ ഇൻ പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട്, മിസോറാം ആൻഡ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. ഇവിടെയൊക്കെ എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, സെക്സ് റേഷ്യോയില് ചൈൽഡ് സെക്സ് റേഷ്യോ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ബാക്കി വരുന്ന 27 സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസില് സെക്സ് റേഷ്യോ കുറവാണ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, മിസോറാമിൽ നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് ചൈൽഡ് സെക്സ് റേഷ്യോ ഉള്ള ഒരു സ്ഥലം മിസോറാമാണ്, സ്റ്റേറ്റ് മിസോറാമാണ്. അവിടെ 974 സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. 1000 പുരുഷന്മാർക്ക് 971 അവിടുത്തെ ചിൽഡ്രൻസിന്റെ ഇടയ്ക്കുള്ള സെക്സ് റേഷ്യോ. മേഘാലയാണ് അതിന്റെ തൊട്ടു പിറകെ ഉള്ളത്. 973 എവിടെയുണ്ട്, മേഘാലയയിലുണ്ട്. മേഘാലയാണ് ഏറ്റവും ടോപ്പ്. അതിന്റെ തൊട്ടു പിന്നാലെയാണ് നമ്മുടെ മിസോറാമും ഉള്ളത്. ഓക്കെ, ദെൻ ഹരിയാന ഈസ് ദി ബോട്ടം വിത്ത് റേഷ്യോ ഓഫ് 831 പേര് മാത്രമേ എവിടെയുള്ളൂ, ഹരിയാനയിലെ ഉള്ളൂ. ദെൻ ഫോളോഡ് ബൈ പഞ്ചാബ് വിത്ത് 848. അപ്പൊ ഏറ്റവും കുട്ടികളുടെ ഇടയ്ക്ക് ഏറ്റവും ഹയസ്റ്റ് സെക്സ് റേഷ്യോ കാണിക്കുന്നത് മേഘാലയയാണ്. അതിന് തൊട്ടു പിന്നാലെ മിസോറാം ഉണ്ട്. ദെൻ ലോവസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്നത് ആരാണ്, ഹരിയാനയാണ്. 831 സ്ത്രീ കുട്ടികൾ മാത്രമേ അവിടെ ഉള്ളൂ. അതിന് തൊട്ടു പിന്നാലെ പഞ്ചാബ് ഉണ്ട്. പഞ്ചാബിൽ 848 സ്ത്രീകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലിറ്ററസി റേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ലിറ്ററസി റേറ്റ് 64.83% 2001. അത് 64.83 നിന്നും 74.04, അതായത് ഒരു ഏകദേശം 10%, അതായത് 9.21% ഇൻക്രീസിങ് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് 7 വയസ്സിൽ കൂടുതലുള്ള ആളുകളുടെ ലിറ്ററസി റേറ്റ് ആണ്. അതിൽ ഇൻക്രീസിംഗ് ആണ് സംഭവിച്ചിട്ടുള്ളത്. 64.83 നിന്നും 74.04 അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ലിറ്ററസി ഗ്രോത്ത് റേറ്റ് 2001 നിന്നും 2011 എത്തുമ്പോൾ 38.82% ഇൻക്രീസിങ് ലിറ്ററസിയിൽ സംഭവിച്ചിട്ടുണ്ട്. അതിൽ മെയിൽസിൻ്റെത് 31.98%, ഫീമെയിൽസിൻ്റെത് 49.10% മെയിൽസിനേക്കാൾ വളരെ അധികമായിട്ട്, വളരെ കൂടുതലായിട്ടുള്ള ഒരു 10%-ത്തേക്കാൾ കൂടുതലായിട്ടുള്ള ഇൻക്രീസ് മെയിൽസിന്റെ പോപ്പുലേഷനിൽ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെയാണ്. ഇപ്പൊ എത്രത്തോളം നമ്മൾ പറഞ്ഞത്, പോപ്പുലേഷന്റെ സെൻസസ് പ്രകാരം ഇന്ത്യയുടെ ടോട്ടൽ പോപ്പുലേഷൻ, അതിൽ മെയിൽസ് ഇത്ര, ഫീമെയിൽസ് ഇത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഡിക്കേഡൽ ഗ്രോത്ത് റേറ്റ് ഇന്ത്യയുടെ കേസിൽ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പോപ്പുലസ് ആയിട്ടുള്ള സ്റ്റേറ്റ് അത് ഉത്തർപ്രദേശ് ആണ് എന്ന് നമ്മൾ കണ്ടു. ദെൻ അതിന് താഴെ ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ, വെസ്റ്റ് ബംഗാൾ ഇവരൊക്കെയാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പോപ്പുലസ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ പിന്നെ നിങ്ങൾ നോക്കേണ്ടത് നമ്മളുടെ
സ്റ്റേറ്റ്സ്. ഓക്കെ, പോപ്പുലേഷൻ ഏറ്റവും കുറവ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നോക്കുക. സെക്സ് റേഷ്യോ നോക്കണം. ചിൽഡ്രന്റെ ഇടയ്ക്കുള്ള സെക്സ് റേഷ്യോ നോക്കേണ്ടതുണ്ട്. ദെൻ ലിറ്ററസി റേറ്റ് നോക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു സെൻസസിൽ നിന്നും ഡീറ്റെയിൽസ് ആയിട്ട് കിട്ടുക. ഇനി അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നമുക്ക് ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും മറ്റുള്ളവരിലേക്കും ഒക്കെ ഇത് എത്തിക്കുക. അതുവഴി നമുക്ക് കൂടുതൽ എനർജറ്റിക് ആയിട്ട് തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഉണ്ടായിരിക്കും. താങ്ക് യു ഫോർ ലേണിംഗ്.